ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ യുഡിഎഫിന് വിജയിക്കാനുള്ള എല്ലാ ഘടകങ്ങളുമുണ്ട് എന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്. സഭയ്ക്ക് സഭയുടേതായ തീരുമാനമെടുക്കാൻ കഴിയുമെന്നും ഡീൻ കൂട്ടിച്ചേർത്തു. റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിക്കുകയായിരുന്നു ഡീൻ കുര്യാക്കോസ്. ഇന്ന് നമ്മോടൊപ്പം യുഡിഎഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഇടുക്കിയിൽ ജനവിധി തേടുന്ന ഡീൻ കുര്യാക്കോസാണുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം പരാജയപ്പെട്ടെങ്കിലും ഇടുക്കിയിലെ മണ്ഡലങ്ങളിൽ എല്ലാ മുക്കിലും മൂലയിലും എത്തി എല്ലാവരുമായിട്ട് സൗഹൃദം പങ്കിട്ട ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ തവണ പല ഘടകങ്ങളാൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാൽ അതെല്ലാം മാറിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ള എന്ന് നമുക്ക് വ്യക്തമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിജയപ്രതീക്ഷ ഇപ്പോൾ നമ്മോടൊപ്പം പങ്കുവെക്കുന്നു. ഡീൻ, എങ്ങനെ കാണുന്നു ഈ തവണത്തെ ഇലക്ഷൻ? ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. ഇപ്പോൾ വീണ്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി എന്നെ ആ ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു ദൗത്യം വളരെ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ ഞാൻ ഏറ്റെടുക്കുന്നു. ഈ തവണ ഐക്യജനാധിപത്യ മുന്നണി ഇടുക്കിയിൽ വിജയിക്കും എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുൻപോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ദേശീയ രാഷ്ട്രീയങ്ങൾ ഉൾപ്പെടെ ഈ ഇപ്പോൾ പറഞ്ഞ രാഷ്ട്രീയങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തുന്നു. നമുക്ക് കഴിഞ്ഞ വർഷമുണ്ടായ തോൽവിക്ക് മുഖ്യ കാരണമായി നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമങ്ങളൊപ്പം ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു സഭയുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ സഭ ഈ തവണ കൂടുതലായിട്ട് ഡീൻ്റെ കൂടെ നിൽക്കുമെന്ന് ഡീൻ വിശ്വസിക്കുന്നുണ്ട്. അല്ല, ഞാൻ ആരെയും കുറിച്ച് എന്താ പറയുക, ഒരിക്കൽ പോലും ഒരു പ്രസ്താവനയിലൂടെ പോലും സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ ആർക്കും, പ്രസ്ഥാനങ്ങൾക്ക്, സമുദായ സംഘടനകൾക്ക്, സഭയ്ക്ക്, വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം പലപ്പോഴും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷേ ഇനി ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മറ്റൊന്നുമല്ല, പൊതുരാഷ്ട്രീയം ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് എന്നുള്ളതാണ്. അതിന് വിവിധങ്ങളായ കാരണങ്ങളുണ്ടാകാം. ആ കാരണം എന്ന് പറയുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന രാഷ്ട്രീയത്തെ എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കോൺഗ്രസിൻ്റെ ഉള്ളിൽ പടലപ്പടക്കം എല്ലാ സമയത്തും ഉള്ളതാണ്. കഴിഞ്ഞ വർഷവും കഴിഞ്ഞ തവണയും താങ്കൾ മത്സരിക്കുമ്പോൾ ഇതേ അവസ്ഥ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി എന്ന് വിശ്വസിക്കുന്നുണ്ട് താങ്കൾ? കോൺഗ്രസ് ഒരു പക്ഷേ, ഞാൻ പറയട്ടെ, കോൺഗ്രസിൽ ചിലപ്പോഴൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതൊന്നും മറച്ചു വെക്കാനും പറ്റിയിട്ടുണ്ടാവില്ല. കാരണം കോൺഗ്രസ് ഒരു പൊതുജനാധിപത്യ കാഴ്ചപ്പാടിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പല വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും കോൺഗ്രസ് ഇടുക്കി ജില്ലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാനിപ്പോൾ തൊട്ടു മുമ്പ് സംസാരിച്ചതുപോലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം പടിപടിയായി കോൺഗ്രസ് മുൻപോട്ട് വന്നിട്ടുണ്ട്. അത് എന്തിൻ്റെ പേരിലാണ്? ഐക്യമില്ലാത്തതിൻ്റെ പേരിലാണ്. അപ്പോൾ അത് ഒരു പൊതുരാഷ്ട്രീയം മാറിയപ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അപ്പോൾ ആ ഒരു തരത്തിൽ നിന്നുകൊണ്ട് ആണ് നമ്മൾ ആ കാര്യത്തെ വിലയിരുത്തേണ്ടത്. ചിലപ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ പൊതുരാഷ്ട്രീയത്തെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില തോൽവികളുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം പടിപടിയായി ഈ പാർട്ടി മുൻപോട്ട് പോയിട്ടുണ്ട്. അത് ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. എന്തായാലും അവസാന നിമിഷമാണ്. ഇന്നലെ വളരെ വൈകിയാണ് ഡീൻ്റെ പേര് വരുന്നത്. ഡീന് വേണ്ടി ഏറ്റവും കൂടുതൽ പറയുന്നതും രാഹുൽ ഗാന്ധി തന്നെയാണ്. ആ ബന്ധമാണ് ഡീനെ ഈ ഇടുക്കിയിലേക്ക് വീണ്ടും എത്തിക്കാൻ കഴിഞ്ഞതെന്ന് മറ്റുള്ളവർക്കൊരു സംശയമുണ്ടെങ്കിൽ അത് എങ്ങനെ വിലയിരുത്തും? അല്ല, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് ഒരു വ്യക്തമായ പ്രൊസീജിയറുണ്ട്. അതിൽ കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ബന്ധപ്പെടും. പാർലമെൻറ്റ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട്, അസംബ്ലികളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷന് നിർണായകമായ ഒരു പങ്കുണ്ട്, റോളുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും ജോയ്സ് ജോർജിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ പാർലമെൻറ്റ് തിരിച്ചു പിടിക്കാൻ താങ്കൾ തയ്യാറെടുത്തിരിക്കുന്നു. വളരെ പ്രതീക്ഷയിലാണ് താങ്കൾ മുന്നോട്ട്. എന്തായാലും എല്ലാവിധ ആശംസകളും താങ്കൾക്ക് നേരുന്നു. നല്ലൊരു വിജയം ഉണ്ടാകട്ടെ.